ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 24 ജാനുവരി ഈവനിങ് ഷിഫ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ആദ്യത്തെ ചോദ്യം, ദി ഇക്വേഷൻ ഓഫ് ദ കോഡ് ഓഫ് ദ എലിപ്സ് എക്സ് സ്ക്വയർ ബൈ 25 പ്ലസ് വൈ സ്ക്വയർ ബൈ 16 ഈസ് ഈക്വൽ ടു 1 ഹൂസ് മിഡ് പോയിന്റ് ഈസ് 31. കോഡ് വിത്ത് മിഡ് പോയിന്റിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് T1 ഈസ് ഈക്വൽ ടു S1 ആണ്. ആ കാര്യം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. T1 എന്ന് പറയുന്നത് എക്സ് സ്ക്വയറിന് പകരം എക്സ് ഇൻറ്റു x1. x1 എത്രയാണ് പിള്ളേരെ? 3 ഡിവൈഡഡ് ബൈ 25 പ്ലസ് വൈ സ്ക്വയറിന് പകരം y ഇൻറ്റു y1 1 divided by 16 minus 1 is equal to S1 എന്ന് പറയുന്നത് പോയിന്റ് എടുത്തതിനകത്തിട്ട് കൊടുക്കുക. 9 divided by 25 plus 1 divided by 16 minus 1. Minus 1 minus 1 ക്യാൻസൽ ആയി പോവും. 3x 16 3 48x പ്ലസ് 25y സിക്കൽ ടു 16 9 9 6 54 ശിഷ്ടം 1 ഒരു 9 5 14 plus 25. So that is equal to 169 on right side. 48x plus 25y is equal to 169. ഉറപ്പായിട്ട് കിട്ടേണ്ട ഒരു ക്വസ്റ്റൻ ആയിരുന്നു അല്ലേ? ആൻസർ 1 തന്നെ, നോ ചേഞ്ച്. അടുത്ത്, ദ ഫംഗ്ഷൻ എഫ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ടു മൈനസ് ഇൻഫിനിറ്റി 1 ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഞാൻ ആ ഫംഗ്ഷൻ എന്ന് എഴുതാവേ, 2 raised to x minus 2 raised to minus x divided by 2 raised to x plus 2 raised to minus x. That is equal to 2 raised to x minus 1 by 2 raised to x divided by 2 raised to x plus 1 by 2 raised to x. That is equal to 2 raised to 2x minus 1 divided by 2 raised to 2x plus 1. ഞാൻ എഫ് ഡാഷ് എക്സ് ഒന്ന് കണ്ടുപിടിക്കും. ഡിനോമിനേറ്റർ പ്ലസ് 1 അല്ലേ? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. 2 raised to 2x ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് a raised to x ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് a raised to x ഇൻറ്റു log a ആണ്. നമുക്ക് ഈ 2 raised to 2x നമുക്ക് 4 raised to x എന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരല്പം ഈ ഡെറിവേറ്റീവ് എടുക്കുന്നിടത്തൊക്കെ ഒരു ചെറിയ കൺവീനിയൻസ് വരും. ഇത് 4 raised to x minus 1 divided by 4 raised to x plus 1 എന്ന് കണ്ടാൽ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് 4 raised to x plus 1 ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ a raised to x ഡെറിവേറ്റീവ് a raised to x ഇൻറ്റു log 4 മൈനസ് 4 raised to x minus 1 ന്യൂമറേറ്റർ ഇൻറ്റു 4 raised to x ഇൻറ്റു log 4 the whole divided by 4 raised to x plus 1 the whole square. നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ വളരെ 4 raised to x ഇൻറ്റു log 4 കോൺസ്റ്റൻ്റ് ആണ്. ഇത് 4 raised to x plus 1 മൈനസ് 4 raised to x പ്ലസ് 1, കാരണം ഇത് മൈനസും കൊണ്ട് ഇത് 1ഉം സോറി ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ 4 raised to x ഇൻറ്റു log 4 into 2 divided by 4 raised to x plus 1 the whole square. This is greater than 0 always. Will not be 0. Is equal to greater than 0 always. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആണ്. സോ എഫ് ഒരു ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ എല്ലായ്പ്പോഴും 1 1 ആയിരിക്കും. ഓക്കെ, ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 1 1 ആയിരിക്കും. ഇനി റേഞ്ച് ഈസ് ഈക്വൽ ടു കോഡം എന്ന് പറയുന്നതാണ് നമുക്ക് നോക്കേണ്ടത്. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി 1 എന്ന് പറയുന്നതാണ്. സോ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കും. എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി മൈനസ് എച്ച്, നിങ്ങൾക്ക് അതറിയാമല്ലോ. അപ്പം സോറി, ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാനായിട്ട് ഞാനിതിന് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് വിളിക്കും. ദറ്റ് ഇസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. അതാണ് കൺവീനിയൻസ് കേട്ടോ. 4 raised to minus x, അപ്പോൾ 1 by 4 raised to x മൈനസ് 1 divided by 1 by 4 raised to x പ്ലസ് 1 കൊടുക്കും. സോ ഇൻഫിനിറ്റി കൊടുത്താൽ മൈനസ് 1 by 1, ഇത് മൈനസ് 1 എന്ന് കിട്ടും. അതേസമയം ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്താൽ x tends to infinity 4 raised to x minus 1 divided by
4x plus 1 കൊടുത്താൽ ഒരു 4x കോമൺ എടുത്ത് ക്യാൻസൽ ആകുന്നത് 1/4x ഡിവൈഡഡ് ബൈ 1 plus 1/4x ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പർ ലിമിറ്റ് ഓക്കെയാണ്. സോ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഓപ്പൺ -1 എന്ന് പറയുന്നത് ഇൻ്റർവെലാണ് നമുക്ക് കിട്ടുന്നത്. സോ -1 അല്ല, അവർ തന്നിരിക്കുന്ന കോഡമിൻ എന്ന് പറയുന്നത് -∞ 1 ആണ്. കോഡമിനും റേഞ്ച് സെയിം അല്ലാത്തതുകൊണ്ട് 1 ആണ്, പക്ഷേ ഓണ്ടും അല്ല. ക്ലിയർ. അടുത്ത് ആൽഫ ഗ്രേറ്റർ ദാൻ ബീറ്റ ഗ്രേറ്റർ ദാൻ ഗാമ ഗ്രേറ്റർ ദാൻ 0 ദ എക്സ്പ്രഷൻ കോട്ട് ഇൻവേഴ്സ് ഓഫ് ബീറ്റ പ്ലസ് 1 പ്ലസ് ബീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആൽഫ മൈനസ് ബീറ്റ. നമുക്കേ ഈ എക്സ്പ്രഷൻ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ബീറ്റ പ്ലസ് 1 പ്ലസ് ബീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആൽഫ മൈനസ് ബീറ്റ ഈക്വൽ ടു ആൽഫ ബീറ്റ മൈനസ് ബീറ്റ സ്ക്വയർ പ്ലസ് 1 പ്ലസ് ബീറ്റ സ്ക്വയർ divided by alpha minus beta. So ഇത് 1 plus alpha beta divided by alpha minus beta. ഈ കോട്ട് ഇൻവേഴ്സ് ഞാൻ കൈയോടെ മാറ്റി ടാൻ ഇൻവേഴ്സ് എന്നാക്കുവാണെങ്കിൽ ഇത് ടാൻ ഇൻവേഴ്സ് ആൽഫ മൈനസ് ബീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആൽഫ ബീറ്റയാണ്. പ്ലസ് രണ്ടാമത്തെ അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഇവിടെ ആൽഫ മൈനസ് ബീറ്റ ആണെങ്കിൽ ഇവിടെ ബീറ്റ മൈനസ് ഗാമയാണ്. ബീറ്റ മൈനസ് ഗാമ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ ഗാമയാണ്. പ്ലസ് മൂന്നാമത്തെ ടൈം എന്ന് പറയുന്നത് ഗാമ മൈനസ് ആൽഫ ടാൻ ഇൻവേഴ്സ് ഗാമ മൈനസ് ആൽഫ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആൽഫ ഗാമയാണ്. ദാറ്റ് ഇത് കണ്ണും പൂട്ടി നമുക്ക് ആൽഫ ഗ്രേറ്റർ ദാൻ ബീറ്റയാണ്. കണ്ണും പൂട്ടി നമുക്ക് ടാൻ ഇൻവേഴ്സ് ആൽഫ മൈനസ് ടാൻ ഇൻവേഴ്സ് ബീറ്റ എന്ന് എഴുതാം. 1ൽ താഴെയാണെന്നും അറിയാലോ. 1ൽ താഴെയാണെന്ന് അവർ പറഞ്ഞിട്ടില്ല, തൽക്കാലം പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം. പ്ലസ് ടാൻ ഇൻവേഴ്സ് ബീറ്റ മൈനസ് ടാൻ ഇൻവേഴ്സ് ഗാമ. ഇവിടെ മാത്രം ഒരു ചെറിയ പ്രശ്നമുണ്ട്, കാരണം ഇവിടെ ഗാമ ആൽഫയാണ് വലുത്, ഗാമ ചെറുതാണ്. തിരിച്ചു വരും പൈ പ്ലസ് ടാൻ ഇൻവേഴ്സ് ഗാമ മൈനസ് ടാൻ ഇൻവേഴ്സ് ആൽഫ. ഇവിടെ എന്നല്ല, ഒരു പൈ പ്ലസ് നേരത്തെ വരേണ്ടതായിരുന്നു. കോട്ട് ഇൻവേഴ്സ് എഴുതിയപ്പോഴത്തേനും നമുക്ക് വരണ്ടായിരുന്നു, അത് കുഴപ്പമില്ല. കോട്ട് ഇൻവേഴ്സ് എഴുതിയപ്പോഴത്തേനും ഒരു പൈ പ്ലസ് വരണ്ടായിരുന്നു കേട്ടോ. സോ ടാൻ ഇൻവേഴ്സ് ആൽഫ ടാൻ ഇൻവേഴ്സ് ആൽഫ ടാൻ ഇൻവേഴ്സ് ബീറ്റ ടാൻ ഇൻവേഴ്സ് ബീറ്റ ടാൻ ഇൻവേഴ്സ് ഗാമ ടാൻ ഇൻവേഴ്സ് ഗാമ. ആൻസർ പൈ. ഡൺ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4. ലെറ്റ് f from 0 infinity to r be a function which is differentiable at all points of its domain and satisfies the condition x square f dash x is equal to 2x f of x plus 3 with f of 1 is equal to 4, then 2f of 2 is equal to. Okay, differential equation ആണ്. x square f dash x minus 2x f of x is equal to 3 എന്ന് എഴുതാം. നമുക്കൊരു x സ്ക്വയറിനോട് ഡിവൈഡ് ചെയ്താൽ x square f dash x minus 2x f of x divided by x square the whole square is equal to 3 by x raised to 4 എന്ന് എഴുതാം. എന്തിനാ x സ്ക്വയർ ഉണ്ടല്ലോ, x square the whole square കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന അറിയാലോ. ഇതിപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. നോക്കിയേ, ഇനി നിങ്ങൾ നോക്കിയേ, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. 3 divided by x raised to 4. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ വരും. ഇത് ആക്ച്വലി 3x raised to -4 ആണ്. 3x raised to -3 divided by -3 plus c എന്ന് വരും. സോ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 3 ക്യാൻസൽ ആയി പോവും, -1 ബൈ എക്സ് ക്യൂബ് പ്ലസ് സി എന്ന് കിട്ടും. എക്സ് സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -1 ബൈ എക്സ് പ്ലസ് സി എക്സ് സ്ക്വയർ എന്ന് കിട്ടും. എഫ് ഓഫ് 1 4 എന്ന് അവർ തന്നിട്ടുണ്ട്. സോ 4 ഈസ് ഈക്വൽ ടു -1 ബൈ 1 പ്ലസ് സി ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 ഇൻറ്റു എഫ് ഓഫ് 2. സോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് -1 ബൈ എക്സ് പ്ലസ് 5x സ്ക്വയർ ആണ്. എഫ് ഓഫ് 2 എന്ന് പറയുന്നത് -1 ബൈ 2 പ്ലസ് 20 ആണ്. 2f ഓഫ് 2 എന്ന് പറയുന്നത് -1 പ്ലസ് 40 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 39. കെയർലെസ് മിസ്റ്റേക്ക് ഉണ്ടോ എന്തോ. 39.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5. ലെറ്റ് A is equal to set of all x belongs to 0 pi minus singleton pi by 2 log mod sin x to the base 2 by pi plus log mod cos x to the base 2 by pi is equal to 2 and B is equal to set of all x greater than or equal to 0 root x times root x minus 4 minus 3 times modulus of root x minus 2 plus x6 is equal to 0. Then n of A union B is equal to. നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ എടുക്കാം. എ ആദ്യം കണ്ടുപിടിക്കാം. എ കണ്ടീഷൻ x belongs to open 0 to pi log mod sin x to the base 2 by pi plus log mod cos x to the base 2 by pi is equal to 2. It actually log mod sin x into cos x to the base 2 by pi is equal to 2. So mod sin x into cos x is equal to 4 by pi square. അപ്പുറത്തെ പോകുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. 2 by pi the whole square. ഇത് sin 2x divided by 2 is equal to 4 by pi square or sin 2x inside the modulus is equal to 8 by pi square. ഇതാ നമുക്കൊന്ന് വരയ്ക്കാം. sin 2xൻ്റെ ഗ്രാഫ് 0 to പൈയിൽ വരയ്ക്കണം. ഇടപിള്ളേരെ sin xൻ്റെ ഗ്രാഫ് പൈ ബൈ 2 2 പൈ ബൈ 2 3 പൈ ബൈ 2 4 പൈ ബൈ 2 0 to പൈയിൽ വരച്ചാൽ മതി അല്ലേ? 0 to പൈ ഉള്ളൂ ഇടപിള്ളേരെ. 0 to പൈ മൈനസ് പൈ ബൈ 2 ഇത്രയേ ഉള്ളൂ. അത്രയും കൊണ്ട് കാര്യമാവുമോ? എന്തൊരു പൈ ബൈ 2 2 പൈ ബൈ 2 3 പൈ ബൈ 2 4 പൈ ബൈ 2. ഓക്കെ, നമുക്ക് ആദ്യം sin xൻ്റെ ഗ്രാഫ് വരയ്ക്കാം. ഇതാണ് sin xൻ്റെ ഗ്രാഫ്. അപ്പോൾ sin 2xൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഷ്രിങ്ക് ചെയ്യും. ഈ പോയതാണ് sin 2xൻ്റെ ഗ്രാഫ്, ഷ്രിങ്ക് ചെയ്യും. ഓക്കെ, ഇനി sin 2xൻ്റെ ഗ്രാഫും അല്ല നമുക്ക് വേണ്ടത്, മോഡ് sin 2xൻ്റെ ഗ്രാഫ്. മോഡ് sin 2x എന്ന് പറയുന്നത് മേലിലോട്ടുള്ളത് അങ്ങനെ തന്നെ നിൽക്കും, താഴത്തോട്ടുള്ളത് നമ്മൾ മേലിലോട്ട് തിരിച്ചു വരയ്ക്കണം അല്ലേ? ഇത് ഇങ്ങനെയാണ് പി വരച്ചിരിക്കുന്നത്. y is equal to mod sin 2x ആണ്. ഇനി നമ്മൾ വരയ്ക്കേണ്ടത് രണ്ടാമത്തെ y is equal to 8 by pi square ആണ്. That is 8 divided by 3.14 the whole square. Obviously that is less than 1. കാരണം ഡിനോമിനേറ്റർ 9 point something കിട്ടും. സോ ഇവിടെ എങ്ങാണ്ടാണ് പൈ ഡിവൈഡഡ് ബൈ 8 ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ വരുന്നത് എന്ന് കൂട്ടിയാൽ ഇതാ ഇങ്ങനെയാണ് ആ ലൈൻ പോകാൻ സാധ്യതയുള്ളത്. നമുക്ക് വേണ്ടത് എവിടെ തൊട്ട് എവിടം വരെയാണ്? നമുക്ക് വേണ്ടത് 0 മുതൽ പൈ വരെ മതി. 0 മുതൽ പൈ വരെ എത്ര ഇൻ്റർസെക്ഷൻ ഉണ്ട്? 1 2 3 4 ഇൻ്റർസെക്ഷൻസ് ഉണ്ട്. സോ n ഓഫ് എ എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, ഇനി ബിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് മൈനസ് 4 minus 3 into modular of root x minus 2 plus 6 is equal to 0. Okay, case 1.
കേസ് അവിടെ കിടക്കട്ടെ. പുട്ട് റൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു ടി. കേസ് 1 ടി ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ് ഗ്രേറ്റർ ദാൻ 2. 2നേക്കാൾ വലുതാണെങ്കിൽ ഇതാ ഇവിടെ ഇതിപ്പോൾ നമുക്ക് ടി ഇൻറ്റു ടി മൈനസ് 4 മൈനസ് 3 ഇൻറ്റു ടി മൈനസ് 2 പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0 നേരിട്ട് എഴുതാം. കാരണം ടി മൈനസ് 2 എന്ന് പറയുന്നത് പോസിറ്റീവ് ടി ഗ്രേറ്റർ ദാൻ 2 ആയിട്ട് എടുത്തിരിക്കുന്നത്. ടി സ്ക്വയർ മൈനസ് 4t മൈനസ് 3t പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0. ടി സ്ക്വയർ മൈനസ് 7t പ്ലസ് 12 ഈസ് ഈക്വൽ ടു 0. ആഡ് ചെയ്യുമ്പോൾ മൈനസ് 7 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 കിട്ടുന്ന 4 3. ടി മൈനസ് 4 ഇൻറ്റു ടി മൈനസ് 3 ഈസ് ഈക്വൽ ടു 0. ടി ഈസ് ഈക്വൽ ടു 4 or t is equal to 3. Root x is equal to 4. Root x is equal to 3. X is equal to 16 or x is equal to 9. Okay. Case 2. T is equal to root x less than 2. ഇവിടെ റിവേഴ്സ് ആവും. ടി ഇൻറ്റു ടി മൈനസ് 4 മൈനസ് 3 ഇൻറ്റു ഇത് 2 മൈനസ് ടി എന്നാവും പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0. ടി സ്ക്വയർ മൈനസ് 4t മൈനസ് 6 പ്ലസ് 3t പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0. ക്യാൻസൽ ആയിപ്പോയി. ടി സ്ക്വയർ മൈനസ് ടി അല്ലടാ മൈനസ് 4 പ്ലസ് 3 എന്ന് പറയുന്ന മൈനസ് ടി ഈസ് ഈക്വൽ ടു 0. ടി ഇൻറ്റു ടി മൈനസ് 1 ഈസ് ഈക്വൽ ടു 0. ടി ഈസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ ടി ഈസ് ഈക്വൽ ടു 1. സോ എക്സ് ഇസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ പിള്ളേരെ ഇപ്പം നമുക്ക് എൻ ഓഫ് ബി എന്ന് പറയുന്നത് 4 ആണ് കിട്ടിയത്. സോ എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ നിങ്ങൾക്ക് എൻ ഓഫ് എ കിട്ടിയത് ഒരു 4 കിട്ടി. അത് 0 തൊട്ട് പൈ വരെയാണ്. 16ഉം 9ഉം പൈനേക്കാൾ മേലുള്ള 2 വാല്യൂസാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ ഇൻ്റർസെക്ഷനിൽ വരില്ല. 0യും 1ഉം 0 നമുക്ക് പ്രശ്നമില്ല, 0 അതിനകത്ത് വന്നിട്ടില്ല. എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന വാല്യൂ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ എന്ന് ചുമ്മാ നമ്മളൊന്ന് നോക്കുന്നത് നല്ലതാണ്. മോഡുലസ് ഓഫ് സൈൻ 2x ഇസ് ഈക്വൽ ടു 8/π² അല്ലേ, സാറ്റിസ്ഫൈ ചെയ്യുമോ? ഇല്ല. അപ്പോൾ പിന്നെ അത് ഇൻ്റർസെക്ഷനിൽ വരില്ല എന്ന് നമുക്ക് കൺഫേം ചെയ്യാം. സോ ഇൻ്റർസെക്ഷനിൽ വരില്ലാത്തതുകൊണ്ട് ഇൻ്റർസെക്ഷൻസ് ഒന്നുമില്ല. 4 + 4 - 0 8 തന്നെയാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. അത് കൂടി ആ 1ൻ്റെ കാര്യം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കണം കേട്ടോ. ക്ലിയർ. അടുത്ത് let the position vectors of 3 vertices of a triangle be 4p plus q minus 3r minus 5p plus q plus 2r and 2p minus q plus 2r if the position vectors of the orthocenter and the circumcenter of the triangle are p plus q plus r divided by 4 and alpha p plus beta q plus gamma r respectively, then alpha plus 2 beta plus 5 gamma is equal to. നമുക്ക് orthocenter അവർ തന്നിട്ടുണ്ട്. p plus q plus r/4. സർക്കംസെൻറ്റർ അവർ തന്നിട്ടുണ്ട് ആൽഫ പി പ്ലസ് ബീറ്റ ക്യൂ പ്ലസ് ഗാമ ആർ. സെൻട്രോയിഡിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും അവർ തന്നിട്ടുണ്ട്. x1 + x2 + x3/3 ചെയ്താൽ മതി. 4p - 5p - p + 2p p പ്ലസ് ക്യൂവിൻ്റെ ടൈം q + q 2q - q q പ്ലസ് 2r -3r plus 2r minus r plus r divided by 3 centroid. Centroid divides OS in the ratio 2:1. OS is divided by centroid in the ratio 2:1. So 2 into S, 2 into alpha p plus beta q plus gamma r plus 1 into O. p plus q plus r divided by 4 is equal to 3 into centroid. 3 into p plus q plus r divided by 3. So 2 alpha p plus 2 beta q plus 2 gamma r
ഇസ് ഈക്വൽ ടു ഇതും കൂടെ അപ്പുറത്തേക്ക് ഉണ്ടായാലും ക്യാൻസൽ ആയി പോകില്ലടാ പിള്ളേരെ. സോ 4p മൈനസ് 3p പ്ലസ് 3q പ്ലസ് 3r ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. സോ നമുക്ക് ഇക്വേറ്റ് ചെയ്താൽ ആൽഫ 2 ആൽഫ ഇസിക്കൽ 3/4 3/8, ബീറ്റയും 3/8, ഗാമയും 3/8 ഇക്വേറ്റ് ചെയ്താൽ പോലെ 2 ആൽഫ ഇസിക്കൽ 3/4, 2 ബീറ്റ ഇസിക്കൽ 3/4, 2 ഗാമ ഇസിക്കൽ 3/4. സോ ആൽഫ 3/8, ബീറ്റ 3/8, ഗാമ 3/8. സോ 3/8 പ്ലസ് 2 into 3/8 plus 5 into 3/8. That is equal to 8 LCM 3 plus 3 2 6 plus 15. 15 6 21 3 24 divided by 8 3 1 done. 1 അല്ലേ ഡബിൾ ആൻസർ? യാ ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7. Let box x denote the greatest integer function and m and n respectively be the numbers of the points where the function f of x is equal to box x plus modulus of x minus 2 is not continuous and not differentiable, then m plus n is equal to. Good question. F of x is equal to box x plus modulus of x minus 2. നമ്മുടെ ഡൊമൈൻ വെച്ച് സ്പ്ലിറ്റ് ചെയ്യണം. ഇതിട്ട് ക്വസ്റ്റ്യൻ ചെയ്യില്ലെന്ന് പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ -1. -2 ക്ലോസ്ഡ് ആണോ? അല്ല. -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0, 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1, 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2. കഴിഞ്ഞില്ല, സോറി. ഓരോ ലൈനിൽ എഴുതാം വളരെ, അതായിരിക്കും കൺവീനിയൻസ്. -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ -1, -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0, 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1, ആൻഡ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2, 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3. ഇത് ഈക്വൽ ടു ചേർക്കണ്ട കേട്ടോ. ഇപ്പോൾ ഇത് ലാസ്റ്റ് നമുക്ക് കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ ഒക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ എഴുതിയാൽ മതി. -2 തൊട്ട് -1 വരെ ബോക്സ് എക്സ് എന്ന് പറയുന്നത് -2 ആയിരിക്കും. മോഡുലസ് ഓഫ് എക്സ് -2 എന്ന് പറയുന്നത് -2x എന്ന് പറയുന്നത് 2നേക്കാൾ ചെറുതായതുകൊണ്ട് 2 - x ആയിരിക്കും. -1 തൊട്ട് 0 വരെ -1 ആയിരിക്കും. 2നേക്കാൾ താഴെ ആയതുകൊണ്ട് 2 - x തന്നെ ആയിരിക്കും. 1 തൊട്ട് 0 വരെ 0 ആയിരിക്കും. 2നേക്കാൾ താഴെ ആയതുകൊണ്ട് 2 - x തന്നെ ആയിരിക്കും. 1 തൊട്ട് 2 വരെ 1 ആയിരിക്കും. 2 - x തന്നെ ആയിരിക്കും. 2നേക്കാൾ താഴെ ആയതുകൊണ്ട് 2 തൊട്ട് 3 വരെ 2 ആയിരിക്കും. ഇത് x - 2 തന്നെ കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു അടുത്തത് -x ഫോർ -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ -1. ഇത് 1 - x ഫോർ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0. 2 - x ഫോർ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. 3 - x for 1 less than x less than 2, and this is x for 2 less than x less than 3. -1ൽ കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കണം. -1 ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ 1 കിട്ടും. -1 ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ 2 കിട്ടും. -1ൽ കണ്ടിന്യൂസ് അല്ല. 0 ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ 1 കിട്ടും. ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ 2 കിട്ടും. 0ൽ കണ്ടിന്യൂസ് അല്ല. 1 ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ 2 - 1 1 കിട്ടും. 3 - 1 2 ആണ് കിട്ടുന്നത്. സോ 1ൽ കണ്ടിന്യൂസ് അല്ല. 2 2 എടുത്ത് കൊടുക്കും. 3 - 2 എന്ന് പറയുന്ന 1 ഇവിടെ 2 തന്നെ കിട്ടും. സോ 2 ഇട്ട് കൊടുക്കുമ്പോഴും കണ്ടിന്യൂസ് അല്ല. 4 പോയിന്റിൽ കണ്ടിന്യൂസ് അല്ല. 4 പോയിന്റിൽ ഡിഫറൻഷ്യബിളും അല്ല. ഇഫ് അറ്റ് എ പോയിന്റ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് കണ്ടിന്യൂസ് ഇറ്റ് വിൽ നോട്ട് ബി ഡിഫറൻഷ്യബിൾ. സോ m പ്ലസ് n എന്ന് പറയുന്നത് 8. 4 + 4 8 വരും. എമ്മും 4ആണ്, എന്നും 4ആണ്. വേറൊരു ഡിഫറൻഷ്യബിൾ നോൺ ഡിഫറൻഷ്യബിൾ പോയിന്റ് അതിനകത്ത് വരില്ല, കാരണം ബാക്കി എല്ലായിടത്തും അത് പോളിനോമിയലാണ്. സൂപ്പർ ക്വസ്റ്റ്യൻ. 8. Let the point 11 by alpha lie on or inside the triangle with the sides x plus y is equal to 11, x plus 2y is equal to 16 and 2x plus 3y is equal to 29. നമുക്ക് ഇതൊക്കെ ഒന്ന് സോൾവ് ചെയ്യണം വളരെ. നമുക്ക് x plus y is equal to 11 ഇത് രണ്ടും കൂടെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഇതിനെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2x plus 2y is equal to 22.
എക്സ് പ്ലസ് 2y ഇസ് ഈക്വൽ ടു 16 സബ്ട്രാക്ട് ചെയ്താൽ 0. എക്സ് ഇസ് ഈക്വൽ ടു 6, എക്സിന് 6 കൊടുത്താൽ 2y ഇസ് ഈക്വൽ ടു 16 മൈനസ് 6 ശരിയല്ലേ, 6 ആയിരുന്നല്ലോ. സോ y ഇസ് ഈക്വൽ ടു 5 കിട്ടും. L1 L2 L3 L1 L2 സോൾവ് ചെയ്തപ്പം 6,5 കിട്ടി. അടുത്ത് L2 L3 2x പ്ലസ് 4y ഇസ് ഈക്വൽ ടു 32, 2x പ്ലസ് 3y ഇസ് ഈക്വൽ ടു 29. സബ്ട്രാക്ട് ചെയ്താൽ y ഇസ് ഈക്വൽ ടു 9 3 12 അല്ലേ? അതെ, 9 3 12 3 തന്നെയാണ്. സോ 2x ഇസ് ഈക്വൽ ടു 29 മൈനസ് 9, എക്സ് ഇസ് ഈക്വൽ ടു 10 കിട്ടും. സോ L2 L3 സോൾവ് ചെയ്തപ്പം 10,3. ഇനി L1 L3 നമുക്കൊന്ന് സോൾവ് ചെയ്യാം. 2x പ്ലസ് 2y ഇസ് ഈക്വൽ ടു 22, 2x പ്ലസ് 3y ഇസ് ഈക്വൽ ടു 29. സബ്ട്രാക്ട് 0 മൈനസ് y ഇസ് ഈക്വൽ ടു 22 മൈനസ് 9 മൈനസ് 7, y ഇസ് ഈക്വൽ ടു 7 എന്ന് കിട്ടും. 7 ഇട്ട് കൊടുത്താൽ 2x ഇസ് ഈക്വൽ ടു 29 മൈനസ് 21, അതെ 8, എക്സ് ഇസ് ഈക്വൽ ടു 4. സോ L1 L3 4,7. എഴുതി കുത്തുന്നതിന് മുന്നേ നിങ്ങളൊന്ന് നോക്കിയേക്കണം കേട്ടോ, ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ. L1-നകത്ത് 6 5 11 ശരിയാണ്. L2-നകത്ത് 5 2 10 6 16 ശരിയാണ്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. L2 10 10 6 16 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. L3-കകത്ത് ഇതിട്ട് കൊടുത്താൽ 10 2 20 9 29 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. 4 2 8 7 3 21 8 29 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് പോയിന്റുകൾ. ഈ പോയിന്റുകളെല്ലാം ഞാനൊന്ന് മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്യുന്നത് സ്ഥലമൊക്കെ നോക്കി മാർക്ക് ചെയ്യും. എക്സിന് 10 വരെയൊക്കെ പോകുന്നുണ്ടല്ലേ? അല്ല പിള്ളേരെ, 6 5 1 2 3 4 5 6 6 1 2 3 4 5 6 5 പിന്നെ 10 3 ഇത് 6 അല്ലേ? 7 8 9 10 1 2 3 10 3 1 2 3 4 1 2 3 4 5 6 7 10 4 7. അത് 3 കൂടെ ഒരു ലൈനിലാണോ പിള്ളേരെ കിടക്കുന്നത്? അതൊരുമാതിരി ശകലം വ്യത്യാസത്തിലേ കിടപ്പുള്ളൂ. നമുക്ക് തൽക്കാലം ഇദ്ദേഹത്തിന് ഇങ്ങ് മാറ്റിയിരുത്താം. ഓക്കെ, 6 എന്ന് പറയുന്നത് 4-ൻ്റെ റൈറ്റ് സൈഡിലും 10-നും 4-നും ഇടയ്ക്കാണ്. ഓക്കെ, ലൈക്ക് ദിസ്. 3 എന്ന് പറയുന്നത് എന്തായാലും ഒബ്വിയസ്ലി 5-ൽ താഴെയും ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം, ഇത്തിരി താഴെ. ഓക്കെ, ഏതൊക്കെയാ? L1 L2 6 5-ഉം L1-ഉം L2-ഉം കൂടെ സോൾവ് ചെയ്തപ്പോൾ കിട്ടിയതാണ് 6 5. സോ 6 5-ലൂടെ പാസ് ചെയ്യുന്നത് ഒരെണ്ണം L1-ഉം ഒരെണ്ണം L2-ആണ്. L1-ൻ്റെ 2 എൻഡുകൾ നമുക്ക് നോക്കാം. L1-ൻ്റെ 2 എൻഡുകൾ എന്ന് പറയുന്നത് 4 7 6 5. ഇത് L1. L2-ൻ്റെ 2 എൻഡുകൾ എന്ന് പറയുന്നത് 6 5-ഉം 10 3. L2. L3-യുടെ 2 എൻഡുകൾ എന്ന് പറയുന്നത് L3-യുടെ 2 എൻഡുകൾ ഏതൊക്കെയാണ് പിള്ളേരെ? L3 10 3 4 7 10 3 4 7. സോ L3. ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ചുമ്മാ ഒരു ഏകദേശ ധാരണയ്ക്ക് വേണ്ടി ചുമ്മാ വരച്ചെന്നേ ഉള്ളൂ പിള്ളേരെ. ഓക്കെ, പിന്നെ നമുക്ക് 11/2 അല്ലേ വേണ്ടത്? 11/2 ആൽഫ. സോ 11/2 ആൽഫ lies on x is equal to 11/2. That is approximate, that is equal to 5.5. 5.5 എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഇത് ഇവിടെ ഇരിക്കും. 4-നേക്കാൾ കൂടുതലുമാണ്, 6-നേക്കാൾ കുറവാണ്. ഇവിടെയാണ് x is equal to 11/2 ഇരിക്കുന്നത്.
സോ ഇതാണ് ആൽഫയുടെ റേഞ്ചുകൾ. ആൽഫയുടെ റേഞ്ച് എന്ന് പറയുന്നത് ഇത്. അപ്പം നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു 11/2 L3 ഇട്ട് കൊടുക്കാം. L3 എന്ന് പറയുന്നത് മൂന്നാമത്തെ ലൈനാണ്. സോ 2 × 11/2 പ്ലസ് 3y ഈക്വൽ ടു 29 എന്ന് കിട്ടും. സോ 3y ഈസ് ഈക്വൽ ടു 29 മൈനസ് 11 18 എന്ന് കിട്ടും. പ്ലസ് y ഈസ് ഈക്വൽ ടു 6. സോ ഈ പോയിന്റ് ഈ പോയിന്റ് 11/2, 6 ആണ്. അതുപോലെ തന്നെ നമുക്ക് L1ലും ഇട്ട് കൊടുക്കണം. 11/2 പ്ലസ് y ഈസ് ഈക്വൽ ടു 11 എന്ന് കിട്ടും. സോ y ഈസ് ഈക്വൽ ടു 11/2 എന്ന് കിട്ടും. അപ്പോൾ ഈ പോയിന്റ് 11/2, 11/2 എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൽഫ എന്ന് പറയുന്നത് 6-നേക്കാൾ താഴെയും 11/2-നേക്കാൾ മുകളിലുമാണ്. ഇത് ഇവിടെയാണ് ആൽഫ കിടക്കുന്നത്. സോ പ്രൊഡക്റ്റ് ഓഫ് ലീസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് വാല്യൂ ഓഫ് ആൽഫ എന്ന് പറയുന്നത് 11 × 6 എന്ന് പറയുന്നത് 11/2 × 6 എന്ന് പറയുന്നത് 11 × 3 33 എന്നാണ് എനിക്ക് കിട്ടുന്നത്. 33 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 3 ഉണ്ട്. നിങ്ങൾക്ക് വേറെ മെത്തേഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. മടിയാണല്ലോ അടിസ്ഥാനപരമായ പ്രശ്നം, അതുകൊണ്ട് എളുപ്പമുള്ള മെത്തേഡ് ഞാൻ എടുത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9. ഇൻ ആൻ arithmetic progression, if S40 is equal to 10 30 and S12 is equal to 57, then S30 minus S10 is equal to. ഈ S30 മൈനസ് S10 എന്ന് പറയുന്നത് 30/2 × 2a പ്ലസ് 29d മൈനസ് 10/2 × 2a പ്ലസ് 9d ആണ്. അപ്പം നമുക്ക് എയും ഡിയും കിട്ടണം. അത് സിംപ്ലിഫൈ ചെയ്താൽ എന്തെങ്കിലും ആകുമോ എന്ന് നോക്കുന്നതിനേക്കാളും എളുപ്പം S40 എന്ന് പറയുന്ന 40/2 × 2a പ്ലസ് 39d ആണ്. ഈക്വൽ ടു 10 30, ഇത് 20 ആണ്. സോ 2a പ്ലസ് 39d ഈസ് ഈക്വൽ ടു 103/2 എന്ന് വരും. ഓക്കെ, അതുപോലെ S12 12/2 × 2a പ്ലസ് 11d ഈക്വൽ ടു 57 ആണ്. 6 2 12, 3 വെച്ച് കട്ട് ചെയ്താൽ 2 1 3 3 27 9. സോ 2a പ്ലസ് 11d ഈസ് ഈക്വൽ ടു 19/2 എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 2 ഇവിടെ വളരെ ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ 1 - 2 എടുത്താൽ 11d - 39d 11d 28d ഈക്വൽ ടു 19 103 - 19 കാൽക്കുലേറ്റർ എടുക്കാം. 84/2 എന്ന് കിട്ടും. സോ d ഈസ് ഈക്വൽ ടു ഇത് 42 അല്ലേടാ പിള്ളേരെ, 42/28 ദാറ്റ് ഈസ് ഈക്വൽ ടു 21/14. 7 3 21 2. d3/2 കിട്ടി. കറക്റ്റ് ആണോ നോക്കട്ടെ. യാ, d3/2. d3/2 ആണെങ്കിൽ നമുക്ക് എ കണ്ടുപിടിക്കണ്ടേ. d ഈസ് ഈക്വൽ ടു 3/2. 2a ഈസ് ഈക്വൽ ടു 103/2 മൈനസ് 39 × 3/2. 103 മൈനസ് 3 9 27, 3 9 2 11. എ നെഗറ്റീവ് ആണോ? /2. 103 - 117 എത്രയാണ് പിള്ളേരെ? 14 അല്ലേ? 14. 103 14 മൈനസ് 14 എന്ന് കിട്ടും. -14/2. സോ എ ഈസ് ഈക്വൽ ടു -7/. യാ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ദിസ് ഈസ് ഈക്വൽ ടു 30/2 × 2 × -7/2 പ്ലസ് 29 × d എത്രയാണ്? -3/2 മൈനസ് 10/2 × 2 × -7/2 പ്ലസ് 9 × 3/2
മടിയാണല്ലോ അടിസ്ഥാനപരമായ പ്രശ്നം. ഇനി കെയർലെസ് മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങളങ്ങ് ക്ഷമിക്കുക. 515 ആണ് എനിക്ക് കിട്ടുന്ന ആൻസർ. ഞാൻ ചെയ്തതിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. 515 ആണ് എനിക്ക് കിട്ടിയ ആൻസർ. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇവിടം വരെയൊക്കെ കറക്റ്റ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ് നമ്പർ 10. If 7 is equal to 5 plus 1 by 7, 5 plus alpha, 1 by 7 square, 5 plus 2 alpha, etc. Then the value of alpha is, ഇത് ഈ ജി പി അല്ലേ. 7 is equal to 5 plus alpha divided by 7 plus 5 plus 2 alpha divided by 7 square plus 5 plus 3 alpha divided by 7 cube plus etc. നമ്മളൊരു 1 by 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 7 by 7 equal to 5 by 7 plus 5 plus alpha divided by 7 square plus 5 plus 2 alpha divided by 7 cube plus 5 plus 3 alpha divided by 7 raised to 4 plus etc. അതിനുശേഷം നമ്മൾ ഇതിനെ സബ്ട്രാക്ട് ചെയ്യും. സബ്ട്രാക്ട് ചെയ്യുമ്പം ഇത് 7 minus 1 6 എന്ന് കിട്ടും. ഇതിനെ ഉപദ്രവിക്കില്ല, 5 എന്ന് എഴുതും. ഇങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. 5 plus alpha divided minus 5 by 7. 5 plus alpha by 7 minus 5 by 7 എന്ന് പറയുന്നത് alpha by 7 plus ഇത് alpha by 7 square plus alpha by 7 cube plus etc. So 1 is equal to alpha by 7 common എടുത്താൽ 1 plus 1 by 7 plus 1 by 7 square plus etc. Infinite GP ആണ് നമുക്ക് കിട്ടുന്നത്. So simply 1 is equal to alpha by 7 into a by 1 minus r. That is equal to alpha by 7 into 7 മണ്ടയ്ക്കോട്ട് പോകും, 6 എന്ന് കിട്ടും. So alpha is equal to 6. 3. Simple question. AGP. അടുത്തത് question number 11. The system of equations has infinitely many solutions. ഇത് കഴിഞ്ഞ ഇതിനകത്ത് ഫസ്റ്റിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിള്ളേർ ഇതിനകത്തെ ആദ്യത്തെ കോളം ഞാൻ ആദ്യം എഴുതാം. 1 2 14 1 2 14 2 lambda 3 2 lambda 3 3 5 mu എഴുതൂല. A1 ആണ് ഞാൻ എഴുതുന്നത് കേട്ടോ. 2 5 33 കാരണം രണ്ട് അൺനോൺസ് വരിക എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ട്. ഈക്വൽ ടു 0. സോ 1 ഇൻറ്റു 33 ലാംഡ മൈനസ് 15 മൈനസ് 2 ഇൻറ്റു 66 മൈനസ് 60 പ്ലസ് 2 ഇൻറ്റു 6 മൈനസ് 14 ലാംഡ ഈക്വൽ ടു 0. സിമിലർലി നമുക്ക് രണ്ടാമത്തെ മെട്രിക്സ് എഴുതുന്നത്, രണ്ടാമത്തെ ഡിറ്റർമിനൻ്റ് എഴുതുന്നത് 1 2 14, നടുക്കത്തിന് പകരം കോൺസ്റ്റന്റ് എഴുതും 2 5 33, ദെൻ ലാസ്റ്റ് കോളം അതുപോലെ തന്നെ മൈനസ് 3 5 മ്യൂ ഈക്വൽ ടു 0. സിംപ്ലിഫൈ ചെയ്താൽ എനിക്ക് കിട്ടിയ രണ്ട് ആൻസർ ഞാൻ പറയാം. ലാംഡയുടെയും മ്യൂവിൻ്റെയും കിട്ടിയില്ല. ലാംഡ മൈനസ് 1 മ്യൂ 13. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ലാംഡ പ്ലസ് മ്യൂ. 13 മൈനസ് 1 12. ഓപ്ഷൻ 4 ആണ് ആൻസർ. ഓപ്ഷൻ 4. പിന്നെ ഇതിനകത്തെ ഓപ്ഷൻ 4 കിട്ടിയ നമുക്ക് 4 ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം. A1 A2 A3 ഡിറ്റർമിനൻ്റ് ഓഫ് എ 0 ആയിരിക്കണം, ഡിറ്റർമിനൻ്റ് ഓഫ് A1 0 ആയിരിക്കണം, ഡിറ്റർമിനൻ്റ് ഓഫ് A2 0 ആയിരിക്കണം, ഡിറ്റർമിനൻ്റ് ഓഫ് A3 0 ആയിരിക്കണം. എന്നെങ്കിൽ മാത്രമേ ക്രാമേഴ്സ് റൂൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു കേസിലേക്ക് വരുന്നുള്ളൂ. നമ്മളോട് ഇത് ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതല്ല 0 ആയിരിക്കണം. നമ്മൾ കിട്ടുന്ന വാല്യൂവിന് ബാക്കി രണ്ടെണ്ണം 0 അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാനേ പറ്റത്തുള്ളൂ. നിങ്ങൾ അതിനെക്കുറിച്ച് ബോധരാവേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അനാവശ്യമായ ഒരു കാര്യത്തിനെക്കുറിച്ച് നമ്മൾ ബോധരാവേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ, കേൾക്കത്തില്ലേ? സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റൻ നമ്പർ 12. Let 2 3 be the largest open interval 2 3 ആണ്. അത് പോയിന്റ് എന്നാണ് ഞാൻ പെട്ടെന്ന് വിചാരിച്ചത്. Open interval 2 3 be the largest open interval in which the function f of x is equal to 2 times log x minus 2 to the base e minus x square plus ax plus 1 is strictly increasing, and BC be the largest open interval in which the function g of x is equal to x minus 1 the whole cube plus x plus 2 minus a the whole square is strictly decreasing. Then 100 times a plus b minus c is equal to. നല്ല ചോദ്യമാണേ. പിള്ളേരെ, ഒരു ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആകണമെങ്കിൽ നമുക്ക് എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. എഫ് ഡാഷ് എക്സ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. 2 ഇൻറ്റു ലോഗരിതത്തിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് മൈനസ് 2 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് ഫംഗ്ഷൻ ആണല്ലോ എഴുതി വെക്കുന്നത്. ആദ്യം ആ ഫംഗ്ഷൻ എഴുതണം എന്നുള്ള എൻ്റെ തലക്കകത്ത് ഫീഡായി പോയതായിരുന്നു. അതുകൊണ്ട് 2x പ്ലസ് എ. സിംപ്ലി എഫ് ഡാഷ് ഓഫ് 2 എന്ന് പറയുന്നത്
ഈ ഇൻ്റർവെല്ലിൽ ഇത് ഇൻക്രീസിങ് ആണ്. അപ്പോൾ എൻഡ് പോയിന്റിൽ എന്തായാലും ഇതിൻ്റെ ഡെറിവേറ്റീവ് 0 ആകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒന്നുകിൽ അൺഡിഫൈൻഡ് ആയിരിക്കും. 2 എന്ന് പറയുന്ന പോയിന്റിൽ അൺഡിഫൈൻഡ് ആണ്, 3ൽ 0 ആയിരിക്കും. സോ എഫ് ഡാഷ് ഓഫ് 3 എന്ന് പറയുന്നത് 2 ഡിവൈഡഡ് ബൈ 3 മൈനസ് 2 1 മൈനസ് 2 ഇൻറ്റു 3 പ്ലസ് എ സീക്വൽ ടു 0 ഇംപ്ലൈസ് എ ഈസ് ഈക്വൽ ടു ഇവിടെ ഒരു 6 ഉണ്ട്, മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഗ്രേറ്റർ ദാൻ സീക്വൽ ടു കൊടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഇൻ്റർവെലിൻ്റെ എൻഡ് പോയിന്റുകളിൽ ഒന്നുകിൽ ഗ്രേറ്റർ ദാൻ സീക്വൽ ടു അല്ലെങ്കിൽ ഈക്വൽ ടു 0. ഈക്വൽ ടു 0 ഇറ്റ്സ് ഫൈൻ. സോ നമ്മുടെ ജി ഓഫ് എക്സ് എന്ത് കിട്ടി? എ കിട്ടി. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 1 ദ ഹോൾ ക്യൂബ് ഇൻറ്റു ഇത് എക്സ് പ്ലസ് 2 മൈനസ് 4 എക്സ് മൈനസ് 2 എന്ന് കിട്ടും, ഹോൾ സ്ക്വയർ. നമുക്ക് ജി ഡാഷ് എക്സ് ഇത് ഡിസ്ക്രീസിങ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ജി ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് റൂൾ. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് മൈനസ് 1 ദ ഹോൾ ക്യൂബ് ഇൻറ്റു 2 ഇൻറ്റു എക്സ് മൈനസ് 2 പ്ലസ് എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു എക്സ് മൈനസ് 1 നമുക്ക് എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ നമുക്ക് കോമൺ എടുക്കാം. മിച്ചം ഒരു എക്സ് മൈനസ് 2 കൂടെ നമുക്ക് കോമൺ എടുക്കാം. ഇവിടെ ഒരു എക്സ് മൈനസ് 1 2 ഇൻറ്റു എക്സ് മൈനസ് 1 ഉണ്ട്. ഒരു 2 ഇൻറ്റു എക്സ് മൈനസ് 1 കിടപ്പില്ലേറെ ഉണ്ട്. പ്ലസ് ഇവിടെ ഒരു എക്സ് മൈനസ് 2 അഡീഷണൽ കിടക്കുന്നുണ്ട്. ഇൻ്റെ ഒരു 3യും കിടപ്പുണ്ട്. എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ കോമൺ എടുത്തു. എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇത് എക്സ് മൈനസ് 2 ഇൻറ്റു ഇത് 2x മൈനസ് 2 പ്ലസ് 3x മൈനസ് 6 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു 2x പ്ലസ് 3x 5x മൈനസ് 8 ദാറ്റ് ഈസ് ലെസ് ദാൻ 0 ഇംപ്ലൈസ് ഇതെന്തായാലും നെഗറ്റീവ് ആകില്ല. ഇത് നെഗറ്റീവ് ആകണമെങ്കിൽ ഒരെണ്ണം പോസിറ്റീവ് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കണം. സോ എക്സ് ബിലോങ്സ് ടു 2, 8/5. So I got all those things. A is equal to 4, B is equal to B is equal to 2, C is equal to 8/5, 100 times A plus B minus 8/5 is equal to 4 into 6 100 into 30 minus 8 divided by 5 100 into 22 divided by 5 എന്ന് കിട്ടും 20 440. സോ എക്സ് ബിലോങ്സ് ടു ഇതിൽ 2-നേക്കാൾ ചെറുതാണ് 8/5 കേട്ടോ. സോ 8/5, 2 ആണ് നമ്മുടെ ഇൻ്റർവെൽ. അത് ഞാൻ 2, 8/5 എന്നൊന്ന് എഴുതിയായിരുന്നു ഒരാവേശത്തിൻ്റെ പുറത്ത്. പക്ഷെ അങ്ങനെയല്ല, തിരിച്ച് 8/5 വലിയ ചെറുത് അല്ലേ, 1 പോയിൻറ്റ് സംതിങ്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു നമുക്കെല്ലാം കിട്ടി. എ ഈസ് ഈക്വൽ ടു 4, ബി ഈസ് ഈക്വൽ ടു 8/5 ആൻഡ് സി ഈസ് ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് 100 ഇൻറ്റു എ പ്ലസ് ബി മൈനസ് സി 4 പ്ലസ് 8/5 മൈനസ് 2. സോ 100 ഇൻറ്റു എൽസിഎം എടുത്താൽ 4 5 20 പ്ലസ് 8 മൈനസ് 10 ഡിവൈഡഡ് ബൈ 5 ഇത് 20 കിട്ടും. സോ 20 ഇൻറ്റു 20 തൊട്ട് 28 മൈനസ് 10 എന്ന് പറയുന്നത് 18 2 36 360 എന്ന് കിട്ടും. 360 ആൻസർ ഓപ്ഷൻ 2. ക്ലിയർ. അടുത്ത ചോദ്യം. സപ്പോസ് എ ആൻഡ് ബി ആർ ദ കോഎഫിഷ്യൻസ് ഓഫ് 30th and 12th terms in the binomial expansion 1 plus x whole raised to 2n minus 1 if 2a is equal to 5b. 2a എന്ന് പറയുന്നത് 30ൻ്റെ അല്ലേടാ. അപ്പോൾ 2n minus 1 c 29 is equal to 5 into 2n minus 1 c 11. 12th ടേമിൻ്റെ അല്ലേ പറഞ്ഞിരിക്കുന്നത് 11. സോ 2 into 2n minus 1 factorial divided by 29 factorial into 2n minus 1 minus 29 എന്ന് പറയുന്നത് 2n minus 30 factorial is equal to 5 into 2n minus 1 factorial divided by 11 factorial into 2n minus 12 factorial. ഇത് ക്യാൻസൽ ആയി പോകും. ഞാൻ ഇനി പ്രത്യേകിച്ച് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നതിനേക്കാൾ കൺവീനിയൻസ് അതിൻ്റെ ലാസ്റ്റ് ആൻസർ നമുക്ക് 21 ആണ്. 21 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ ഈ 3 ഓപ്ഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പം 4 ഓപ്ഷൻസ് ഇട്ടുകൊണ്ട് നോക്കിയാൽ ഏതാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് അതാണ് ആൻസർ. ഇത് പ്രോബ്ലം സോൾവ്. ലെറ്റ് എ ഈസ് ഈക്വൽ ടു 3i minus j plus 2k, b is equal to a cross i minus 2k and c is equal to b cross k. Then the projection of
സി മൈനസ് 2j ഓൺ എ ഈസ്. പിള്ളേരെ നമുക്ക് ആദ്യം ബി ഒന്ന് കണ്ടുപിടിക്കാം. ബി എന്ന് പറയുന്ന ഡിറ്റർമിനൻറ്റ് എ ക്രോസ് അല്ലേ. എ എന്ന് പറയുന്നത് 3 മൈനസ് 1 2 1 0 മൈനസ് 2 ഐ ജെ കെ എഴുതിയോ? ഐ ജെ കെ സിക്കൽ ടു ഐ ഇൻറ്റു 2 മൈനസ് 0 മൈനസ് ജെ ഇൻറ്റു മൈനസ് 6 മൈനസ് 2 പ്ലസ് കെ ഇൻറ്റു 0 മൈനസ് 1 മൈനസ് 1. സോ 2i മൈനസ് 8j മാറി പ്ലസ് 8 ആവും, കാരണം ഈ മൈനസും കൂടെ ചേർത്ത് പ്ലസ് കെ. ഒന്ന് കൺഫേം ചെയ്ത് പോകും. ഇടയ്ക്ക് തെറ്റുന്ന ഒരു കൺഫർമേഷൻ, തെറ്റുന്ന ഒരു സങ്കടം വേണ്ടല്ലോ. 2i പ്ലസ് 8j പ്ലസ് കെ, 2i പ്ലസ് 8j പ്ലസ് കെ ആണ് നമ്മുടെ ബി. ഓക്കെ, സെറ്റ്. ബി കിട്ടി. ദിസ് ഇസ് ബി. ആൻഡ് സി ഈസ് ഈക്വൽ ടു വീണ്ടും ക്രോസ് പ്രൊഡക്റ്റ് ഐ ജെ കെ, ബി ക്രോസ് കെ അല്ലേ. 2 8 1 0 0 1 അല്ലേ. ഇതിനകത്ത് ആ കൂടി ഒരു എലമെൻറ്റ് ചേർത്തിട്ടല്ലേ വരത്തുള്ളൂ. ഇത് വെച്ച് എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ ഈ പൊസിഷൻ പോസിറ്റീവ് ആണ്. 1 ഇൻറ്റു അല്ലേ 8i മൈനസ് 2j, ദറ്റ് ഇസ് 8i മൈനസ് 2j ആണ് നമ്മുടെ സി. അതും കൂടെ നോക്കിയേക്കാം. 8i മൈനസ് 2j. നമുക്ക് എന്നാണ് പിള്ളേരെ കണ്ടുപിടിക്കേണ്ടത്? സി മൈനസ് 2j. അപ്പോൾ സി മൈനസ് 2j ആണ് 8i മൈനസ് 4j. ഇതിൻ്റെ ഇങ്ങോട്ടേക്കുള്ള പ്രൊജക്ഷൻ അല്ലേ. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്ന് പറയുന്നത് എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 8i മൈനസ് 4j ഡോട്ട് ഓൺ എ അല്ലേ. 3i മൈനസ് ജെ പ്ലസ് 2, 3i മൈനസ് ജെ പ്ലസ് 2k ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് 3i മൈനസ് 2j പ്ലസ് 2k എന്ന് പറയുന്ന റൂട്ട് ഓഫ് 9 പ്ലസ് 1 പ്ലസ് 4, ദാറ്റ് ഇസ് ഈക്വൽ ടു 8 3 24 പ്ലസ് 4 ഡിവൈഡഡ് ബൈ റൂട്ട് 9 4 13 1 14. അങ്ങനത്തെ നമ്പർ ഉണ്ട്. 28 ഡിവൈഡഡ് ബൈ റൂട്ട് 14, ദറ്റ് ഇസ് 2 ഇൻറ്റു 14 ഡിവൈഡഡ് ബൈ റൂട്ട് 14 എന്ന് കിട്ടും. ദറ്റ് ഇസ് 2 റൂട്ട് 14. സ്കെലാർ പ്രൊജക്ഷൻ ആണ്. 2 റൂട്ട് 14 ഓപ്ഷൻ 3. ഓക്കെ, അടുത്ത് 15. ഫോർ സം എ കോമ ബി ലെറ്റ് എഫ് ഓഫ് എക്സ് വലിയൊരു ഫംഗ്ഷൻ ഒക്കെ തന്നിട്ടുണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ എഫ് ഓഫ് 0 കണ്ടുപിടിച്ചാൽ തന്നെ മതി. ദറ്റ് ഈസ് എ പ്ലസ് സൈൻ എക്സ് ബൈ എക്സ് 1 ആണ്. എ പ്ലസ് 1 1 ബി എ 1 പ്ലസ് 1 2 ബി എ 1 ബി പ്ലസ് 1 ഡിറ്റർമിനൻറ്റ്. അത് എക്സ്പാൻഡ് ചെയ്ത് കിട്ടുന്നത് ഞാൻ നിങ്ങൾക്ക് അങ്ങ് എഴുതിത്തരാം. അത് ആക്ച്വലി കിട്ടുന്നത് ബി പ്ലസ് എ പ്ലസ് 2 എന്നാണ്. ഇത് എൻ്റെ എക്സ്പാൻഷനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കിയേക്കണേ. ഡിറ്റർമിനൻറ്റ് എക്സ്പാൻഷൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അത് ലാംഡ പ്ലസ് മ്യൂ എ പ്ലസ് വി ബി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഫിസിക്കലി ലാംഡ പ്ലസ് മ്യൂ എ പ്ലസ് വി ബി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. വി തന്നെയാണോ അതോ ഗാമയാണോ എന്ന് ഞാനൊന്ന് നോക്കി തരാം പിള്ളേരെ. സോ ലാംഡ എന്ന് പറയുന്നത് 2, മ്യൂ 1, വി 1. സോ ലാംഡ 2 പ്ലസ് 1 3, 3 പ്ലസ് 1 4, 4 സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. സോ 4 16 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ 4 തന്നെയാണ് ആൻസർ. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ സിംപ്ലിഫിക്കേഷനിൽ എന്തെങ്കിലും വ്യത്യാസം. ഇപ്പം ഞാൻ ചെയ്ത സിംപ്ലിഫിക്കേഷനിലാണെങ്കിലും ആൻസർ കിട്ടിയില്ലെങ്കിലാണല്ലോ. ഇപ്പം ഒരു ഹ്യൂമൻ കൺസിഡറേഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നോക്കിയാണ്. അടുത്ത 16. ഗ്രൂപ്പ് എ കൺസിസ്റ്റ് ഓഫ് 7 ബോയ്സ് ആൻഡ് ഗ്രൂപ്പ് ബി കൺസിസ്റ്റ് ഓഫ് 3 ഗേൾസ്. അല്ല, എയിൽ തന്നെയാണ്. എയിൽ 7 ബോയ്സും 3 ഗേൾസും, ബിയിൽ 6 ബോയ്സും 5 ഗേൾസും. നിങ്ങൾക്ക് വേണ്ടത് ദ നമ്പർ ഓഫ് ഈസ് 4 ബോയ്സ് ആൻഡ് 4 ഗേൾസ്. 4 ബോയ്സും 4 ഗേൾസും വേണം. ബി ഇൻവൈറ്റഡ് ഫോർ എ പിക്നിക്. 5 ഓഫ് ദം മസ്റ്റ് ബി ഫ്രം ഗ്രൂപ്പ് എ. ഇവിടുന്ന് 5 പേരും വേണം. ആൻഡ് ദ റിമൈനിങ് 3 ഇവിടുന്ന് 3 പേരും മതി. സോ ലെറ്റ് മീ സ്റ്റാർട്ട്. എയും ബിയും വെച്ചിട്ടാണ്. എ ബി. എയിൽ നിന്ന് 4 ബോയ്സും 1 ഗേളും. 4 ബോയ്സും 1 ഗേളും ആകുമ്പോൾ 5 പേര് അവിടെ നിന്നായി. ബോയ്സ് ഒന്നും വേണ്ട, ഇവിടുന്ന് ഒരു 3 ഗേൾസിനെ എടുത്താൽ മതി. ഓക്കെ,
3 ഗേൾ എടുക്കുമ്പോൾ തന്നെ 0 ബോയ് 3 ഗേൾ. പറഞ്ഞാൽ മനസ്സിലായോ? ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇടപിള്ളേരെ നമുക്ക് 5 ബോയ്സിനെ ഇവിടുന്ന് എടുത്ത് 0 ഗേൾസിനെ ഇവിടുന്ന് എടുക്കാമായിരുന്നു. ആ കാര്യം ഞാൻ എഴുതാൻ മറന്നുപോയി. ശരിയല്ലേ? 5 ബോയ്സിനെ ഇവിടുന്ന് എടുത്തിട്ട് ഗേൾസിനെ ഒന്നും ഇവിടുന്ന് എടുക്കാതിരിക്കാമല്ലോ. ആ കേസും കൂടി എടുക്കണ്ടേ? ഇവിടെ നമുക്കൊരു 5 ബോയ്സിനെ 0 ഗേൾസിനെ എടുക്കുന്ന ഒരു കേസും കൂടി ഇല്ലേ? ആ കേസ് ഇല്ല. എന്നാന്നറിയോ? 4 ബോയ്സും 4 ഗേൾസും മതി. അത് ഞാൻ ഓർത്തില്ല. മാക്സിമം 4 ബോയ്സല്ലേ പറ്റത്തുള്ളൂ. ഇനി അടുത്ത് ഇതിനകത്ത് 1 കുറയ്ക്കാം. ഇതിനകത്ത് 3 ബോയ്സും 2 ഗേളും. ഇത് 3 ബോയ്സ് ആകുമ്പം ഇവിടെ ഒരു ബോയും ഇത് 2 ഗേളാകുമ്പോഴത്തേനും ഇവിടെ 2 ഗേളും. മൊത്തം 2 2 4 3 1 4. ഇനി ഒന്നുകൂടെ കുറഞ്ഞത് 2 ബോയ്സും 3 ഗേൾസും. 2 ബോയ്സ് ആകുമ്പം ബാക്കി നമുക്ക് 4 ആകാൻ ഇവിടെ 2 ബോയ്സ് വേണം. 3 ഗേൾസേ ഉള്ളൂ. ഇവിടെ ഒരു ഗേൾ മതി. ഇനി ഇവിടെ കുറഞ്ഞാൽ നടപടിയുണ്ടോ പിള്ളേരെ? ഒരു ബോയും 4 ഗേൾ അത് പറ്റില്ല. കാരണം എന്നാ? ഇവിടെ ആകെ 3 ഗേൾസേ ഉള്ളൂ. സോ ദ പ്രോബ്ലം സോൾവ്ഡ്. ഒരറ്റം തുടങ്ങി എഴുതിയാൽ മതി. 7C4 ഇൻറ്റു 3C1 ഇൻറ്റു 6C0 ഇൻറ്റു 5C3 പ്ലസ് രണ്ടാമത്തെ കേസ് 7C3 ഇൻറ്റു 3C2 ഇൻറ്റു 6C1 ഇൻറ്റു 5C2 പ്ലസ് മൂന്നാമത്തെ കേസ് 7C2 ഇൻറ്റു 3C3 ഇൻറ്റു 6C2 ഇൻറ്റു 5C1. സിംപ്ലിഫൈ ചെയ്യാനായിട്ട് എനിക്ക് മടിയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾക്ക് ഇക്വേഷൻസ് ഒക്കെ അറിയാവുന്നതുകൊണ്ട് 8925 ആണ് ആൻസർ. 8925. ഒരു പക്ഷേ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതല്ലാതെ കിട്ടുന്നെങ്കിൽ ആൻസർ കേട്ടോ. ശരി. ദ ഏരിയ ഓഫ് ദ region enclosed by the curves y is equal to e raised to x and y is equal to modulus of e raised to x minus 1 and y axis. ഗ്രാഫുകളൊക്കെ നമുക്കൊന്ന് വരച്ചേക്കാം. ആദ്യം നമുക്ക് y is equal to e raised to x നല്ല ഭംഗിയായിട്ടൊന്ന് വരയ്ക്കാം. അത്ര ഭംഗിയായിട്ട് വരയ്ക്കാൻ എനിക്കറിയത്തില്ല. എന്നിരുന്നാലും y is equal to e raised to x ൻ്റെ ഗ്രാഫ് ഏകദേശം ഇങ്ങനെയാകും. ഇതാണ് y is equal to e raised to x. അപ്പോൾ ഈ y is equal to e raised to x minus 1. y is equal to e raised to x minus 1. മൈനസ് 1 എന്ന് പറയുമ്പോഴത്തേനും y പ്ലസ് 1 ആണ്. ഒരു യൂണിറ്റ് നമുക്ക് താഴത്തോട് താഴ്ത്തി വരച്ചാൽ മതി. ഒരു യൂണിറ്റ് താഴത്തോട് താഴ്ത്തി വരയ്ക്കുമ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇതാണ് y is equal to e raised to x minus 1 എന്ന് പറയുന്ന ഗ്രാഫ്. നമുക്ക് എന്തായാലും വരച്ച സ്ഥിതിക്ക് അവനൊരു കളറൊക്കെ കൊടുത്ത് വരയ്ക്കാം അല്ലേ? അങ്ങനെ വരച്ചിട്ട് ഇനിയാണല്ലോ കളർ കൊടുക്കേണ്ടത്. അതാണ് y is equal to e raised to x minus 1. നമുക്കൊരു മോഡുലസും കൂടെ കൊടുക്കണം. മോഡുലസ് കൊടുക്കാനായിട്ട് ദാ ഈ താഴത്തോട്ടുള്ള പോർഷൻ ഇല്ലേ, ഇങ്ങനെ ഒടിച്ച് മടക്കി വരച്ചാൽ മതി. ഇതിൻ്റെ മിറർ ഇമേജ് ഇല്ലേ ഡബിളർ, ഇതിൻ്റെ മിറർ ഇമേജ് ഇങ്ങനെ കണ്ടല്ലേ ഡബിളർ വരുന്നത്? ഇങ്ങനെ കണ്ടല്ലേ വരുന്നത്? ഇത് ഈ പോയിക്കുന്ന സാധനമല്ലേ, ഈ പോയിക്കുന്ന സാധനം, ഈ സാധനത്തിൻ്റെ മിറർ ഇമേജ്, ഇതെല്ലാം മിറർ ഇമേജ് വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. ഇങ്ങനെ എങ്ങാണ്ടാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇതാ ഇങ്ങനെ, ഇതാണ് മിറർ ഇമേജ്. അപ്പം നമുക്ക് കറസ്പോണ്ടിങ്ങിലി ഈ സാധനം വേണ്ടല്ലോ, അതിനെ കട്ട് ചെയ്ത് കളയണം. പിന്നെ y ആക്സിസും കൂടെ ചേരുന്ന ഏരിയ, y ആക്സിസും കൂടെ ചേരുന്ന റീജിയൻ എന്ന് പറയുന്നത് ഈ റീജിയൻ, ഇതിൻ്റെ ഏരിയ ആണ് വേണ്ടത്. അപ്പം അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് ആ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എടുക്കണം. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അത് എടുക്കണമെങ്കിൽ ഇവരെ രണ്ടുപേരും കൂടെ സോൾവ് ചെയ്യണം. ഇവരെ രണ്ടുപേരും സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്ന് y is equal to e raised to x ഉം രണ്ടാമത്തെ y is equal to 1 minus e raised to x. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ e raised to x minus 1 മോഡുലസ് അല്ലേ കിടക്കുന്നത്? പോസിറ്റീവ് സൈഡിലാണല്ലോ സെയിം, നെഗറ്റീവ് സൈഡിൽ അത് ഒടിച്ച് വരച്ചേക്കുമല്ലേ, അത് 1 minus e raised to x അല്ലേ. സോ e raised to x is equal to 1 minus e raised to x എന്ന് കിട്ടും. 2 e raised to x is equal to 1 എന്ന് കിട്ടും. e raised to x is equal to 1/2 എന്ന് കിട്ടും. സോ x is equal to log 1/2 എന്ന് കിട്ടും. ദാറ്റ് is equal to minus log 2 എന്ന് കിട്ടും. സോ ഈ പോയിന്റ് എന്ന് പറയുന്നത് മൈനസ് log 2 ആണ്. സോ ഏരിയ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ മൈനസ് log 2 തൊട്ട് 0 വരെ ഇതിനിടയ്ക്കുള്ള ഏരിയ.
ഇ റേസ് ടു എക്സ് മൈനസ് താഴത്തെ 1 മൈനസ് ഇ റേസ് ടു എക്സ് ഡി എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് 2 ടു 0 ഇ റേസ് ടു എക്സ് മൈനസ് 1 ഡി എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് പടത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ദാറ്റ് ഇസ് ഈക്വൽ ടു 2 ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇൻ്റഗ്രൽ 2 ഇ റേസ് ടു എക്സ് മൈനസ് എക്സ് ആണ് അല്ലേ. മൈനസ് ലോഗ് 2 തൊട്ട് 0 വരെ. അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പം 2 മൈനസ് 0 മൈനസ് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പം 2 ഇ റേസ് ടു മൈനസ് ലോഗ് 2 മൈനസ് പ്ലസ് ലോഗ് 2 എന്നാവും. ഈക്വൽ ടു 2 മൈനസ് ഓഫ് 2 ഇ റേസ് ടു ലോഗ് ഇത് 1/2 എന്നാവും മൈനസ് ലോഗ് 2 ദാറ്റ് ഇസ് ഈക്വൽ ടു 1 മൈനസ് ലോഗ് 2. 1 മൈനസ് ലോഗ് 2 എന്ന് പറയുന്നത് ഓപ്ഷൻ 4. ഡൺ. 18. ദ നമ്പർ ഓഫ് റിയൽ സൊല്യൂഷൻസ് ഓഫ് ദ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 is equal to മിനിമം ഓഫ് മോഡ് എക്സ് മൈനസ് 3 മോഡ് എക്സ് പ്ലസ് 2. നല്ല ചോദ്യം. ഇതിനകത്ത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ഒത്തിരി നിറഞ്ഞു കിടപ്പുണ്ട് അല്ലേ. പിള്ളേരെ നമുക്കേ ഇത് എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഇത് എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്സ് ആണ് പിടിക്കാൻ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0 എടുത്താൽ മതി. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0 ആണ്. സോ എക്സ് ഈസ് ഈക്വൽ ടു -1 എക്സ് ഈസ് ഈക്വൽ ടു -2 ആണ്. ഇത് -1 ചുമ്മാ അങ്ങ് വരച്ചാൽ മതിയല്ലോ. ഏകദേശം ഇതാണ് -1 എന്നും ഇതാണ് -2 എന്നും വിചാരിക്കുക. എനിക്കിനി മോഡ് എക്സ് എൻ്റെ വെർട്ടെക്സ് കണ്ടുപിടിച്ച് വരയ്ക്കണം. വെർട്ടെക്സ് കണ്ടുപിടിച്ച് വരയ്ക്കാത്തതിൻ്റെ കാര്യം എനിക്ക് ആക്സിസിലെ പോയിന്റ് മതി. കാരണം വരയ്ക്കേണ്ടത് മോഡ് എക്സ് പ്ലസ് 2 മോഡ് എക്സ് മൈനസ് 3 അല്ലേ. മോഡ് എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് 2 യൂണിറ്റ് ലെഫ്റ്റിലേക്ക് മാറ്റി വരച്ചാൽ മതി. ഇത് രണ്ടും വൈ ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റുകളും കൂടെ നോക്കണം. ഇത് വൈ ആക്സിനെ കട്ട് ചെയ്യുന്ന ഒന്ന് 3ലും ഒന്ന് 2ലും. 3യും കാരണം y ഈസ് ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് 2 എന്ന് പറയുന്ന സാധനമില്ലേ, ഏകദേശം ഇങ്ങനെ പോകും. പിന്നെ y ഈസ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് 2 എന്ന് പറയുന്ന സംഗതി, മോഡ് എക്സ് മൈനസ് 3 ഒരു 3 യൂണിറ്റ് റൈറ്റിലേക്ക് മാറ്റാൻ പറ്റിയാൽ മതി. പുറത്തൂടെ ഓക്കെ. മിനിമം അല്ലേ വേണ്ടത്? ആ റൈറ്റ് സൈഡിൽ രണ്ടെണ്ണത്തിൻ്റെ മിനിമം അല്ലേ വേണ്ടത്? മിനിമം എന്ന് പറയുന്നത് താഴെയുള്ളത്. ഇത് താഴെയാണ്, ഇത് താഴെയാണ്, ഇത് താഴെയാണ്. പിന്നെ ഈ മറ്റേ താഴെയുള്ള റീജിയൻ മാത്രം. അത് ഈ ഗ്രാഫായിട്ട് ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ഇവിടെ. സോ ആൻസർ 2 പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. മിനിമം എന്ന് പറയുന്നത് ഇങ്ങനെ താഴത്തെ പോർഷൻ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഡൺ. ക്വസ്റ്റ്യൻ നമ്പർ 19. Let A is equal to Aij be a square matrix of order 2 with entries either 0 or 1. Let E be the event that A is invertible matrix. Then the probability of P of E is 0യും 1 മാത്രം എൻട്രി വരുന്നുള്ളൂ. 2/2 മെട്രിക്സ് ആണ്. അപ്പം നമുക്ക് ഓരോന്നിലും 2 പോസിബിലിറ്റി 2 പോസിബിലിറ്റി 2 പോസിബിലിറ്റി 2 പോസിബിലിറ്റി 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 മൊത്തം 16. അല്ലാണ്ട് ഇത് എൻട്രീസ് എഴുതി വെച്ചേക്കുന്നില്ല. ടോട്ടൽ 16 പോസിബിലിറ്റീസ് ആണുള്ളത്. ഫേവറബിൾ എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആയിരിക്കണം. ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എ എന്ന് പറയുന്നത് 1 ഒരു 0 മാത്രം വന്നാൽ, ഒരു 0 മാത്രം വരുന്നതിന് ഇതിപ്പോൾ എവിടെ 0 കിടന്നിട്ടും കാര്യം കുഴപ്പമില്ല. എത്ര പോസിബിലിറ്റി ഉണ്ട്? ഇവർക്ക് 3 1ഉം ഒരിടത്ത് 0യും വരാം. 4 പോസിബിലിറ്റി ഉണ്ട്. ഇനി വേറെ ചോയ്സ് എന്ന് പറയുന്നത് 2 0 വന്നാൽ 0 0 1 1 വന്നാൽ 0 0 1 1 വരാം. പിന്നെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് 0 0 1 1 വരാം. അല്ലാതെ മാറിക്കിടന്നാൽ ഡിറ്റർമിനന്റ് 0 ആയി പോകും. ഇതിന് 2 പോസിബിലിറ്റി ഉണ്ട്. സോ നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 4 + 2 6 ഡിവൈഡഡ് ബൈ 16 ആണ്. ദാറ്റ് ഈസ് 3 ഡിവൈഡഡ് ബൈ 8. 2 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുന്നത് ഓപ്ഷൻ 4. അത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റൻ ആയിപ്പോയി. അടുത്ത ക്വസ്റ്റൻ നമ്പർ 20. ഇഫ് ദ ഇക്വേഷൻ ഓഫ് ദ പരാബോള വിത്ത് വെർട്ടെക്സ്
തന്നിട്ടുണ്ട്, ഡയറക്ട്രിക്സ്. അത് രണ്ടും ജനറൽ ആണ്, അത് രണ്ടും നമുക്ക് ഫെമിലിയർ അല്ലാത്ത പരാബോളകളുടെ ഐഡിയാസ് ആണ്. നമുക്ക് ചുമ്മാ ഒരു പടമൊക്കെ വരയ്ക്കാം. ഇവിടെ ഒരു ഡയറക്ട്രിക്സ് ഉണ്ട്. പരാബോള ഒരു പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ള പരാബോള എന്നൊക്കെ പറഞ്ഞാൽ ദാ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന പരാബോളയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ അത്തരം പരാബോളയൊന്നും അല്ല. ഏകദേശം ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. നമുക്ക് ഇതിങ്ങനെ ഒരു ലൈനൊക്കെ ഉണ്ട്. ഇവിടെ എവിടെയോ ഫോക്കസ് ഇരിപ്പുണ്ട്. ഈ ലൈൻ അവർ തന്നിട്ടുണ്ട്. ഇതാ എക്സ് പ്ലസ് 2y = 0. വെർട്ടക്സ് അവർ തന്നിട്ടുണ്ട് 3/2 3. ഓക്കെ, നമുക്ക് വെർട്ടക്സിൽ നിന്നും ഇങ്ങോട്ടേക്കുള്ള ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ഇതൊന്ന് കണ്ടുപിടിക്കട്ടെ പിള്ളേരെ. XY ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ x - 3/2 divided by 1 is equal to y - 3 divided by 2 is equal to minus of 3/2 divided by 1 plus 4. അത് നമുക്ക് കിട്ടുന്നത് ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. ഇത്രയ്ക്ക് നല്ല വല്ല നമ്പർ കിട്ടാൽ പോരെ അല്ലേ. മൈനസ് ഓഫ് 6 2 12 12 3 15 15 ഡിവൈഡഡ് ബൈ 2 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 3/2. നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ മൈനസ് 3/2, അപ്പുറത്ത് മൈനസ് 3/2 അല്ലേ. മൈനസ് 3/2 പ്ലസ് 3/2 അത് 0 കിട്ടും. y ഈസ് ഈക്വൽ ടു മൈനസ് 2 × 3/2 മൈനസ് 3 പ്ലസ് 3 അതും 0 കിട്ടും. സോ ഒബ്വിയസ്ലി ഇത് തെറ്റിപ്പോയായിരുന്നു എനിക്ക്. ഇത് 0 0 0 0 ആയിരുന്നു. അത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ എനിക്ക് തെറ്റിപ്പോയായിരുന്നു പിള്ളേരെ. 0 0. അപ്പം നമുക്ക് ഫോക്കസ് കിട്ടി. ഫോക്കസ് കണ്ടുപിടിക്കാനായിട്ട് ഫോക്കസിന് നമുക്കൊരു h, k കൊടുത്താൽ h പ്ലസ് 0/2 h പ്ലസ് 0/2 എന്ന് പറയുന്നത് 3/2 ആൻഡ് k പ്ലസ് 0/2 3. h is equal to 3 k is equal to 6 കിട്ടും. സോ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് 3,6. യാ ഇടപിള്ളേരെ, ഇതിൻ്റെ നിയമം ഫോക്കസ് കിട്ടിയാൽ മതി. ഫോക്കസിൽ നിന്നും ഈ പരാബോളയിലേക്കുള്ള ഡിസ്റ്റൻസും ഡയറക്ട്രിക്സിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഫോക്കസിൽ നിന്നും പരാബോളയിലേക്കുള്ള ഡിസ്റ്റൻസും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. ആ കണ്ടീഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് x പ്ലസ് 2y ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇത് ഡിസ്റ്റൻസ് ഫോർമുല x - 3 the whole square plus y - 6 the whole square under the root. സ്ക്വയർ എടുത്താൽ x plus 2y the whole square divided by 5 is equal to x - 3 the whole square plus y - 6 the whole square. അത് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്താൽ മതി. അത് ഭയങ്കര ലെങ്തി എക്സ്പാൻഷനാണ് നമുക്ക് വരുന്നത്. നിങ്ങൾക്ക് അറിയാം, മടിയാണല്ലോ അടിസ്ഥാനപരമായ പ്രശ്നം. ഞാൻ തരാം, ഏതാണെന്ന് എക്സ്പാൻഷൻ തരാം കേട്ടോ. 4x² പ്ലസ് y² മൈനസ് 4xy പ്ലസ് 30x പ്ലസ് 30x അല്ലേ, അല്ല മൈനസ് 30x. എനിക്ക് തോന്നിയായിരുന്നു മിസ്റ്റേക്ക് ഉണ്ടെന്ന്. മൈനസ് 30x മൈനസ് 60y പ്ലസ് 225. ഓക്കെ, കമ്പയർ ചെയ്താൽ ആൽഫ x², ആൽഫ ഇസ് ഈക്വൽ ടു 4, ബീറ്റ y², ബീറ്റ ഇസ് ഈക്വൽ ടു 1, ഗാമ xy, ഗാമ ഇസ് ഈക്വൽ ടു മൈനസ് 4 മൈനസ് ഗാമ xy അല്ലേടാ വളരെ. ഇപ്പോൾ ഗാമ ഇസ് ഈക്വൽ ടു 4. ദെൻ മൈനസ് 30x മൈനസ് 60y പ്ലസ് 225 ഇസ് ഈക്വൽ ടു 0. ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ 4 1 5 4 9. 9 ആണോ ആൻസർ? യാ, ഓപ്ഷൻ 4 9 ഈസ് ദ ആൻസർ. ക്ലിയർ? സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എലിപ്സ്, സോറി സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് പരാബോള കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 21. നമ്പർ ഓഫ് ഫംഗ്ഷൻസ് f from 1 to up to 100 to 0 1 that assign 1 to exactly one of the positive integers less than or equal to 98. അതായത് 98 വരെ, 1 തൊട്ട് 98 വരെ ഉള്ളതിൽ നിന്നും എക്സാക്ട്ലി 1 എക്സാക്ട് ഒരെണ്ണം സെലക്ട് ചെയ്തു, അതിൻ്റെ ഇമേജ് 1. ഓക്കെ, സോ 98C1 പോസിബിലിറ്റീസ് ആണുള്ളത്. 98ൽ നിന്നും ഒരു എലമെൻറ്റിനെ സെലക്ട് ചെയ്യുന്നു, ആ എലമെൻറ്റിൻ്റെ ഇമേജ് 1 കൊടുക്കുന്നു. ബാക്കി എല്ലാത്തിൻ്റെ ഇമേജ് നമ്മൾ 0 കൊടുക്കുന്നു.
ബാക്കി എല്ലാത്തിൻ്റെ ഇമേജ് 0 കൊടുക്കുന്നു, ഇതിൻ്റെ മാത്രം ഇമേജ് 1 കൊടുക്കുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ സെലക്ഷൻ എന്ന് പറയുന്നത് 98C1 ഉണ്ട്, ദാറ്റ് 98. 99ന് 2 ചോയ്സ്, 0യും വരാം 1ഉം വരാം. സോ 2 ചോയ്സ്. 100ന് 0യും വരാം 1ഉം വരാം, 2 ചോയ്സ്. അവിടെ 1 വരാൻ പാടില്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല. ലെസ് 98ൽ നിന്നും ഒരാൾക്ക് 1 വരാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ടോട്ടൽ പോസിബിലിറ്റി 98 × 2 × 2. അതിന് ഞാൻ കാൽക്കുലേറ്റർ എടുക്കേണ്ടതായിട്ട് വരും. എടുക്കാം. 98 × 2 × 2 = 392. Okay, next. Let P be the image of the point Q, 7 - 2, 5 in the line, and R is 5, P, Q be a point on L, then the square of the area of triangle PQR. പിള്ളേരെ ആദ്യം നമുക്ക് P എന്ന് പറയുന്ന പോയിന്റിൻ്റെ ഇമേജ് കണ്ടുപിടിക്കണം. അല്ല, P എന്ന് പറയുന്ന പോയിന്റിൻ്റെ ഇമേജ് അല്ല, P എന്ന് പറയുന്നത് Qൻ്റെ ഇമേജ്. Q എന്ന് പറയുന്നത് 7 - 2, 5. ഇതിൻ്റെ ഇമേജ് ആണ് P. X, Y, Z. നമ്മൾ ഈ പോയിന്റ് വെച്ചാണ് പറയുന്നത്. ഇതിനെ നമ്മൾ X1, Y1, Z1 എന്ന് വിളിച്ചാണ്. ഈ ലൈനിലെ ഒരു പോയിന്റ് ഇടാ പിള്ളേരെ, നമുക്ക് ഇതിൻ്റെ പാരാമെട്രിക് ഫോം എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു ലാംഡ എന്ന് കൊടുത്താൽ X is equal to 2 lambda plus 1, Y is equal to 3 lambda minus 1, Z is equal to 4 lambda എന്ന് കിട്ടും. ഓക്കെ, അത് ഈ പോയിന്റാണ്. 2 lambda plus 1, 3 lambda minus 1, 4 lambda. R എന്ന് വിളിക്കാൻ പറ്റത്തില്ല, R ഓൾറെഡി ഉണ്ട്. ഇവിടെ QR എന്ന് പറയുന്ന വെക്ടർ ഏതെന്ന് അറിയാം പിള്ളേരെ. QR എന്ന് പറയുന്ന വെക്ടർ ഏതാണ് പിള്ളേരെ? 2 lambda minus 7 എന്ന് പറയുന്നത് 2 lambda minus 6i plus 3 lambda minus plus 1 അല്ലേ, J minus 1 minus minus 2 plus 4 lambda minus 5. ഓക്കെ, ഇത് നമ്മുടെ വെക്ടർ ബി, നമ്മുടെ ലൈനിൻ്റെ പാരലൽ വെക്ടറുമായിട്ട് ലൈനിൻ്റെ പാരലൽ വെക്ടർ 2i plus 3j plus 4k, 2i plus 3j plus 4kയുമായി പെർപെൻഡിക്കുലറാണ്. ദാറ്റ് ഇംപ്ലൈസ് 2 × 4 lambda minus 12 ഡോട്ട് പ്രൊഡക്റ്റ് 0 plus 9 lambda plus 3 plus 16 lambda minus 20 is equal to 0. 4, 16, 4, 20, 29 ലാംഡ മൈനസ് 12 മൈനസ് 20 എന്ന് പറയുന്നത് മൈനസ് 32 ആണ്. മൈനസ് 32 മൈനസ് 3 എന്ന് പറയുന്നത് 29 is equal to 0. ലാംഡ is equal to 1 എന്ന് കിട്ടും. ലാംഡ is equal to 1 എന്ന് കിട്ടിയാൽ ദാ ഈ പോയിന്റ് 3, 2, 4. സോ എക്സ് പ്ലസ് 7/2 എന്ന് പറയുന്നത് 3. സോ x1 is equal to 3, 2, 6 മൈനസ് 1 മൈനസ് 1. y1 പ്ലസ് മൈനസ് 2/2 എന്ന് പറയുന്നത് 2. സോ y1 എന്ന് പറയുന്നത് 4 + 2 6. z1 പ്ലസ് 4 z1 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 4 എന്ന് കിട്ടും. സോ 8 - 5 3. z1 is equal to 3. സോ പി എന്ന് പറയുന്ന പോയിന്റ് എനിക്ക് കിട്ടിയത് ശരിയാണെന്ന് തോന്നുന്നു. -1 6 3 നോക്കാം. യാ, ദാറ്റ്സ് -1 6 3. നൗ പിയും ക്യൂവുമായി PI QI. ഇനി നമുക്ക് R കണ്ടുപിടിക്കാനുണ്ട്. ആറിൻ്റെ എക്സ് കോർഡിനേറ്റ് അവർ തന്നിട്ടുണ്ട്. ഏതാ വളരെ 5 PQ. സ്മോളർ PQ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ R കണ്ടുപിടിക്കണമെങ്കിൽ എത്ര കണ്ടുപിടിക്കണം? വളരെ R കണ്ടുപിടിക്കാൻ ദിസ് ഇസ് ഈക്വൽ ടു ലാംഡ എന്ന് കൊടുത്താൽ എക്സ് ഇസ് ഈക്വൽ ടു 2 lambda plus 1 ആണല്ലോ. ദാറ്റ് ഇസ് ഈക്വൽ ടു 5 എന്ന് കൊടുക്കുമ്പോൾ അത് വേറെ ലാംഡയാണ് കിട്ടുന്നത്. 2 lambda is equal to 4 എന്ന് കിട്ടും. ലാംഡ is equal to 2 എന്ന് കിട്ടും. സോ ലാംഡ is equal to 2 കിട്ടിയാൽ y എന്ന് പറയുന്നത് 3 lambda minus 1 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 3 × 2 6 minus 1 5. Z is equal to 4 lambda, that is equal to 4 × 2 8. So clearly R എന്ന് പറയുന്ന പോയിന്റ് 5,8. ഒന്ന് കൺഫേം ചെയ്തേക്കാം. കെയർലെസ് മിസ്റ്റേക്കിനുള്ള സാധ്യതയുണ്ടല്ലോ. യാ,
R 5,5,8. നമുക്ക് എന്നിട്ട് ഏരിയ കണ്ടുപിടിക്കേണ്ടത് ട്രയാങ്കിൾ പി ക്യു ആറിൻ്റെ ഏരിയ. ട്രയാങ്കിൾ പി ക്യു ആർ, പി ക്യു ആർ, പി എന്ന് പറയുന്നത് -1 6 3, ക്യു എന്ന് പറയുന്നത് 7 - 2 5, R 5 5 8. നമുക്ക് പി ക്യു വെക്ടർ പിള്ളേരെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് പി ക്യു ക്രോസ് പി ആർ ചെയ്താൽ മതി. ദാറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു പിള്ളേരെ പി ക്യു എന്നാണ് പിള്ളേരെ 7 + 1 8 ആയി, പ്ലസ് -2 - 6 -8j, 5 - 3 + 2k ക്രോസ് 5 1 6 ആയി, -j പ്ലസ് 5k, 5 3 ആണല്ലോ 8. സോ ഏരിയ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കണം. ക്രോസ് പ്രൊഡക്റ്റ് എവിടെ എടുക്കുവാണേ i j k 8 - 8 2, 6 - 1 5. ദാറ്റ് ഇസ് ഈക്വൽ ടു i ഇൻറ്റു -8 5 40 പ്ലസ് 2 -j ഇൻറ്റു 40 - 6 2 12 പ്ലസ് k ഇൻറ്റു -8 പ്ലസ് 6 48. ദാറ്റ് ഇസ് ഈക്വൽ ടു i ഇൻറ്റു -40 പ്ലസ് 2 എന്ന് പറയുന്നത് -38 ആയി, -40 - 12 എന്ന് പറയുന്നത് 28 അല്ലേ, 28j പ്ലസ് 40k. ഓക്കെ, സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് -38 ആയി, -28j പ്ലസ് 40k. ദാറ്റ് ഇസ് ഈക്വൽ ടു ഒരു ഹാഫ് കോമൺ എടുത്ത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയുന്നതിനെ കുറിച്ച് ആലോചിച്ചതിന് ശേഷം മാഗ്നിറ്റ്യൂഡ് എടുക്കുന്നത് തന്നെയല്ലേ നല്ലത്. സോ ദിസ് ഇസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഒരു നെഗറ്റീവ് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം, അല്ലെങ്കിൽ വേണ്ട പിള്ളേരെ, കാരണം ഹാഫ് അവിടെ കിടന്നോട്ടെ. റൂട്ട് ഓഫ് 38² പ്ലസ് 28² പ്ലസ് 40² ഇസ് ഈക്വൽ. ക്യാൻസൽ ചെയ്ത് കളയേണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാരണം വെച്ചാൽ ഇതിൻ്റെ സ്ക്വയർ നമുക്ക് എടുക്കണം. സോ ഏരിയ വേണ്ട, ഏരിയ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/4 ഇൻറ്റു 3828 957. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വീണ്ടും ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇവിടെ കണ്ണും പൂട്ടി അതങ്ങ് ചെയ്തു തുടങ്ങാം. dy/dx ഇസ് ഈക്വൽ ടു dy/dx മൈനസ് സൈൻ 2x ഡിവൈഡഡ് ബൈ, ഇവിടെ മൈനസ് സൈൻ 2x അല്ലല്ലോടാ പിള്ളേരെ, ഇവനല്ലേ ഇപ്പുറത്ത് വേണ്ടത്, പ്ലസ് 4y ഡിവൈഡഡ് ബൈ 2 cos x is equal to sin 2x divided by 2 cos x. So p എന്ന് പറയുന്നത് 2/cos x. sin x ഞാൻ കണ്ടില്ല, ഇത് കണ്ടില്ല മക്കൾ, ഇവിടെ ഒരു sin x ഇല്ലായിരുന്നു. സോ p എന്ന് പറയുന്നത് 2 tan x, q എന്ന് പറയുന്നത് sin 2x divided by 2 cos x. So e raised to integral p dx എന്ന് പറയുന്നത് e raised to 2 into integral tan x dx, that is e raised to 2 into log mod sec x, that is equal to sec square x. Solution y into sec square x is equal to integral of sin 2x divided by 2 cos x into sec square x dx. നമുക്ക് ഈ sin 2xനെ 2 sin x cos x എന്ന് എഴുതാം. സോ y into sec square x is equal to integral 2 sin x cos x. ഇവിടെ 2 sin x cos x എഴുതി cos x ക്യാൻസൽ ആയി പോയാൽ മേളിലൊരു sin x വരും, താഴെ ഒരു cos square x വരും അല്ലേ. സോ sin x by cos x cos square x വരും dx, that is equal to integral
ടാൻ എക്സ് ഇൻറ്റു സീക്ക് എക്സ് ഡി എക്സ്. സീക്ക് എക്സ് ടാൻ എക്സ് എന്ന് പറയുന്നത് സീക്ക് എക്സ് പ്ലസ് സി, ശരിയല്ലേ? സോ വൈ ഈസ് ഈക്വൽ ടു ഒരു കോസ് എക്സ് കൊണ്ട് ഒരു സീക്ക് സ്ക്വയർ എക്സ് കൊണ്ട് അപ്പുറത്തേക്ക് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേനും മൊത്തം ഒരു സീക്ക് സ്ക്വയർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേനും ഇവിടെ ഒരു കോസ് എക്സ് പ്ലസ് സി ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് എന്ന് വരും, ശരിയല്ലേടാ പിള്ളേരെ? അതെ. ഇനി നമുക്ക് വൈ ഓഫ് പൈ ബൈ 3 0 ഈസ് ഈക്വൽ ടു കോസ് പൈ ബൈ 3 1/2 പ്ലസ് സി ഇൻറ്റു 1/4 implies c is equal to minus 1/2 into 4, that is equal to minus 2. So y is equal to cos x minus 2 cos square x. പോരെ? cos x minus 2 cos square x. നമുക്ക് y dash pi by 4 plus y of pi by 4 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, pi by 4 ഇട്ട് കണ്ടുപിടിക്കുമ്പോഴത്തേനും നമുക്ക് 1 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇട്ട് കൊടുക്കുമ്പോഴത്തേനും നമുക്ക് pi by 4 ഇട്ട് കൊടുക്കുമ്പോഴത്തേനും 1/√2 minus 2 into 1/√2 സ്ക്വയർ കിട്ടും. പിന്നെ y dash എടുക്കുമ്പോഴത്തേനും കിട്ടുന്ന വാല്യൂ ഇട്ട് കൊടുത്താൽ മതി, സിമ്പിൾ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 24 കോണിക് സെക്ഷനിൽ നിന്നുമാണ്. നമുക്ക് രണ്ട് ഹൈപ്പർബോളകൾ തന്നിട്ടുണ്ട്. നമുക്ക് ഒരു സെപ്പറേറ്റ് ഒന്ന് എഴുതി വെച്ച് ചെയ്യാമേ. പിള്ളേർ h1 എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. രണ്ടാമത്തെ h2 ഞാനൊരു ചെറിയ ചേഞ്ച് വരുത്തുവേ. അത് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്നാക്കും. എങ്കിൽ മാത്രമേ എനിക്ക് അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഞാൻ എക്സെൻട്രിസിറ്റി കണ്ടുപിടിച്ചോളാം. ഇതിൻ്റെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 2b സ്ക്വയർ ബൈ എ ആ, ദാറ്റ് ഈസ് ഈക്വൽ ടു 15√2. പിന്നെ എക്സെൻട്രിസിറ്റി അവർ തന്നിട്ടുണ്ട് √5/√2. സോ സി ബൈ എ എന്ന് പറയുന്നത് √5/√2. സി സ്ക്വയർ ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 5/2. ദാറ്റ് ഈസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ എന്ന് പറയുന്നത് 5/2 ആണ്. 1 പ്ലസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 5/2. ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 3/2 എന്ന് കിട്ടും. ഓർ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ 2b സ്ക്വയർ ഇസ് ഈക്വൽ ടു 3a സ്ക്വയർ എന്ന് കിട്ടും. 2b സ്ക്വയറിനെ നമുക്ക് 15√2a എന്ന് വിളിക്കാം. ഈക്വൽ ടു 3a സ്ക്വയർ. 5 3 15, എയും എ സ്ക്വയറിന് ക്യാൻസൽ ആയി പോകും. എ ഈസ് ഈക്വൽ ടു 5√2. സോ നമുക്ക് ഈ സൈഡിൽ എ ഈസ് ഈക്വൽ ടു 5√2 കിട്ടി. മതി. നമുക്കേ 2a ഇൻറ്റു 2 ക്യാപിറ്റൽ എ, അതായത് പ്രൊഡക്റ്റ് ഓഫ് ദ ലെങ്ത് ഓഫ് ദ ലാറ്റസ് ട്രാൻസ്വേഴ്സ് ആക്സിസ്, ഇവിടുത്തെ രണ്ട് ഇൻഫർമേഷൻസ് ഉണ്ട്. സോ 2a ഇൻറ്റു ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് 2 ക്യാപിറ്റൽ എ ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് ഈസ് ഈക്വൽ ടു 100√10 എന്നുണ്ട്. സോ 2 ഇൻറ്റു 5√2 ഇൻറ്റു 2a ഈസ് ഈക്വൽ ടു 100√10 ആണ്. സോ 5 2 10 വരും. ഇവിടെ 5 വരും. √2ഉം √5ഉം കൂടെ √5 വരും. സോ എ ഈസ് ഈക്വൽ ടു 5√5 എന്ന് വരും. ഇവിടെയും 2b സ്ക്വയർ ബൈ എ അവർ തന്നിട്ടുണ്ട്. 2b സ്ക്വയർ ബൈ എ എന്ന് പറയുന്നത് 12√5 അല്ലേടാ പിള്ളേരെ, 12√5 തന്നിട്ടുണ്ട്. സോ എ നമുക്കറിയാം, 2b സ്ക്വയർ ഈസ് ഈക്വൽ ടു 12√5 ഇൻറ്റു 5√5 എന്ന് കിട്ടും. ഇത് 6 ആണ്. സോ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 30 ഇൻറ്റു 5. 30 ഇൻറ്റു 5 എത്രയാണ് പിള്ളേരെ? 30 ഇൻറ്റു 5 150. സോ നമ്മുടെ ഹൈപ്പർബോള വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ 25 125 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 150 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് സി ബൈ എ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 125ഉം ഇത് 275 ഇൻസൈഡ് ദ റൂട്ട് ഡിവൈഡഡ് ബൈ 5√5 എന്ന് കിട്ടും. ഓക്കെ, നോക്കണം. നമുക്കേ 25e2 സ്ക്വയറാണ് വേണ്ടത്. സോ 25e2 സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇവിടെ പിള്ളേരെ 25 എടുക്കാൻ ഇ സ്ക്വയർ എന്ന് പറയുന്നതിനകത്ത് ഇപ്പം ഇത് വരും. 25 എന്ന് പറയുന്നത് 275 ഡിവൈഡഡ് ബൈ 5 വരും, ശരിയല്ലേ? 5 5 25, 25-നകത്ത് 5 5 25, 55.
ആൻസർ 55 അത്രേ ഉള്ളൂ. സിമ്പിൾ തിങ്. യാ. നെക്സ്റ്റ് ഇത് NCERT ആണ്. പ്യുവർ NCERT സ്പെഷ്യൽ ഇൻ്റഗ്രൽസ്. 2x² plus 5x plus 9 is equal to a into x² plus x plus 1 plus b into 2x plus 1 plus c കൊടുത്താൽ മതി. ഞാൻ ആ ABCയുടെ വാല്യൂ എല്ലാം പറഞ്ഞുതരാം. A2 B 3/2 C 11/2. NCERT ആണ്. NCERTയുടെ സ്പെഷ്യൽ ഇൻ്റഗ്രൽസാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ലാസ്റ്റ് ആൽഫ എന്ന് പറയുന്നത് 7/2 ബീറ്റ 25/4 ആൻഡ് ആൽഫ പ്ലസ് 2 ബീറ്റ 16 കിട്ടുന്നത്. ആൽഫ പ്ലസ് 2 ബീറ്റ എന്ന് പറയുന്നത് 27 25 32 പേരുണ്ട്. യാ 16. എനിക്ക് സമയത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുള്ളതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. അത് NCERT ആണ്. NCERT ക്ലിയർ NCERT ആണ്. സ്പെഷ്യൽ ഇൻ്റഗ്രൽസിനകത്ത് അതുപോലെ തന്നെ ക്വസ്റ്റൻ കൊടുക്കുന്നുണ്ട്. സോ ദ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻ ഈസ് വൈൻഡിങ് അപ്പ്. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.